ബഡ്സ് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 6-ന് തിരൂരങ്ങാടി അബ്ദുറഹ്മാൻ നഗറിലെ ബ്ലിസ് ബഡ്സ് സ്കൂളിൽ വെച്ച് നടക്കും. മന്ത്രി കെ.എം. ഷാജി ഉദ്ഘാടനം ചെയ്യും. പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ജബ്ബാർ ഹാജി അധ്യക്ഷനാകും. സൽമാൻ കുറ്റിക്കോട് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബഡ്സ് സ്കൂളുകളിൽ നിന്നും വിവിധ മേഖലയിൽ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾ, ജീവനക്കാർ, രക്ഷിതാക്കൾ എന്നിവരെ വേദിയിൽ ആദരിക്കും. കുടുംബശ്രീയുടെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലും നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മളുടെ ബഡ്സ് സ്കൂളുകളും ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റേഴ്സും. അതിൽ സ്കൂളിൽ പോകുന്ന ആ പ്രായമുള്ള കുട്ടികളെ നമ്മുടെ ബഡ്സ് സ്കൂളിലും അതുപോലെ തന്നെ നമ്മൾ അതിനുശേഷമുള്ളവരെ BRCകളിലുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ട കുടുംബശ്രീ മേൽനോട്ടവും മറ്റ് സഹകരണങ്ങളും ഫണ്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളോട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് 78ഓളം സ്ഥാപനങ്ങൾ നിലവിൽ നമ്മുടെ ജില്ലയിലുണ്ട്. ആകെ സംസ്ഥാനത്തുള്ള 405 സ്ഥാപനങ്ങളുടെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ഈ വർഷത്തെ സംസ്ഥാനതല പ്രവേശനോത്സവം നമ്മുടെ മലപ്പുറം ജില്ലയിലെ അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്തിലെ ബ്ലിസ് ബഡ്സ് സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ കെ.എം. ഷാജി അവர்களാണ് നമ്മുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന 6-ാം തീയതിയാണ്. അതിൽ നമ്മുടെ ബഹുമാനായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി അവர்களാണ് അധ്യക്ഷത വഹിക്കുന്നത്. അതിൽ ഗസ്റ്റായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിനേശൻ അവർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു ജനപ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്നു. കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ, അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്ത് അധ്യക്ഷ ലൈല പുല്ലൂനി, ഉപാധ്യക്ഷൻ മുസ്തഫ പുള്ളിശ്ശേരി, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജാബിർ, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ KS ഹസ്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.